ശ്രുതി, എന്തു പറ്റി? ഒന്നുമില്ല. ശ്രുതി, എന്തു പറ്റി ശ്രുതി? ഇങ്ങോട്ടിരിക്കാം. ഞാൻ തന്റെ മോളെ ചോദിക്കാൻ വന്നത്. സാർ പേടിക്കാതെടോ, 10-20 കൊല്ലമായി താൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ. എന്നെക്കുറിച്ച് തനിക്കറിയില്ലേ? എനിക്ക് MBA-കാരിയായ തൻ്റെ മോളെയാ വേണ്ടത്. വലിയൊരു പോസ്റ്റ് ഞാൻ ജോലി കൊടുക്കാം. എന്താ? നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി ഇല്ലല്ലോ സാർ. GKയുടെ ഓഫീസിലുണ്ടല്ലോ. തൻ്റെ മോൾ അവിടെ ജോലി ചെയ്തുകൊണ്ട് GKയുടെ ബിസിനസ് സീക്രട്സ് നമുക്ക് ചോർത്തി തരണം. സാർ, ഞാൻ താങ്കളോട് എത്ര വിശ്വസ്തത കാണിക്കുന്നു, എൻ്റെ മോള് ജോലി ചെയ്യുന്നിടത്തും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വിശ്വാസവഞ്ചന ഞങ്ങൾ ചെയ്യില്ല സാർ. രാമകൃഷ്ണ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യില്ലല്ലേ? സാറിന് വേണ്ടി ഞാനെൻ്റെ ജീവൻ പോലും തരാം സാർ. പക്ഷേ വേറൊരാളെ ചതിക്കാൻ മാത്രം പറയരുത്. ശരി, ആദർശം കളയണ്ട. നിങ്ങളാണോ രാമകൃഷ്ണൻ? അതെ സാർ. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? SRK കമ്പനിയിൽ നിന്ന് നിങ്ങൾ 10 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയതായി കംപ്ലൈന്റ് ചെയ്തു. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ അച്ഛന്റെ പേര് കൊടുത്ത കള്ളക്കേസ് പിൻവലിക്കണം. GK തോൽപ്പിക്കാൻ ദൈവം എനിക്ക് കൊണ്ടുതന്ന ഒരേ ഒരു ചാൻസാ നീ. ആ GKയുടെ അടുത്തുനിന്ന് എയർപോർട്ട് ടെൻഡർ ഫയൽ എടുത്ത് എന്റെ കൈ കൊണ്ടു തന്നാൽ നിന്റെ അച്ഛനെ ഞാൻ പുറത്തു കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അയാൾ ചത്തുന്ന് വിചാരിച്ചോ. ടെൻഡർ ഫയൽ കിട്ടിയോ? എന്നാ വേഗം കൊണ്ടുവാ. ചേട്ടാ. ഓ, ചേട്ടൻ ഇവിടെ ഇല്ലേ? അല്ല, ചേട്ടനില്ല. തനിക്കെന്താ ഇവിടെ കാര്യം? ആഫ്റ്റർ ഓൾ ഒരു ഡ്രൈവർ ആയ താൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നോ? മര്യാദയ്ക്ക് നിന്നോണം. ശ്രുതി, എന്താ പറഞ്ഞത്? സുനിൽ വെറും ഡ്രൈവർ അല്ല, ബോസിന് ബ്രദറിനെ പോലെയാ. നീ ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങളൊക്കെ കൂടിയാ ഇവൻ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അങ്ങ് പോവും. അത് കഴിഞ്ഞ ഓരോരുത്തരെയും നിലയ്ക്ക് നിർത്തേണ്ടത് ഞാനല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. സാരമില്ല സുനിൽ, ഏതോ ടെൻഷനിൽ അവളങ്ങനെ പറഞ്ഞതായിരിക്കും. ഇല്ല, എനിക്കൊരു ഫീലിംഗും ഇല്ല. ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളല്ലേ? നിങ്ങൾ പോവാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവള് വന്നത്. ചേട്ടന്റെ കൂടെ വേണ്ടത് നിങ്ങളെ പോലുള്ളവരാ, അല്ലാതെ ഇവളെ പോലുള്ളവരല്ല. നിങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെയല്ല? കൊണ്ടുവന്നോ? ഓ, വെരി ഗുഡ്. എനിക്ക് ഉറപ്പായിരുന്നു നീ അത്രയ്ക്ക് മിടിക്കുകയല്ലേ. കൃത്യസമയത്ത് എത്തിച്ചു. ഫയലിംഗ് കൊണ്ടുവാ. ആദ്യം എന്റെ അച്ഛനെ കൊണ്ടുവാ. നിന്റെ അച്ഛൻ പയ്യെ വന്നോളും. അതുവരെ നീ ആ GKയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാൻ പറയുന്ന അനുസരിച്ച് GK നശിപ്പിക്കാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ടെൻഡർ ഫയൽ കിട്ടണമെങ്കിൽ ആദ്യം എന്റെ അച്ഛൻ പുറത്തു വരണം. എന്റെ അച്ഛനെ കരുവാക്കിക്കൊണ്ട് വീണ്ടും ആ GKയെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. സർ, നോക്കി നിൽക്കാതെ ആ ഫയൽ പിടിച്ച് വാങ്ങിടാ. വേണ്ടി വന്നാൽ രണ്ടിനെ കൊന്നേക്ക്. ഒരു കാരണവശാലും ആ ഫയൽ ടെൻഡർ ഓഫീസിൽ എത്തരുത്. എന്താടോ ഇത്? മൊബൈലിൽ പോലും കിട്ടുന്നില്ലല്ലോ. ബോസ് എവിടെ? അനു എവിടെ? ആ ഫയലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാരും ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മുടെ ഫയൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചാൻസ് മിസ്സാവും. ഇവരിത് എവിടെ പോയി കിടക്കുക?
സാർ എന്തിനാ സാർ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ ടെൻഡർ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ? അഥവാ ടെൻഡർ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. നോട്ട് ദാറ്റ് പോയിന്റ്. ഓ അനുവിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വേഗം കീപ് ഗോയിങ്. Ladies and gentlemen, as per the schedule, the applications are closed. Here is the result. The prestigious Shamshabad International Airport contract goes to GK Construction Line. Congratulations, Mr. Gopalakrishnan. GK Construction Line. Thank you. Sir, congrats, sir. Congrats, sir. Congrats, sir. We got it, sir. God is great, sir. ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു സാർ, ഒത്തിരി ടെൻഷൻ അടിച്ചു. നിങ്ങളോട് ആര് പറഞ്ഞു വെറുതെ ടെൻഷൻ അടിക്കാൻ? ഈ സാഗറിന് നേരത്തെ അറിയാമായിരുന്നു ഈ കോൺട്രാക്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. താങ്ക് യു ചാർലി. ഇതെങ്ങനെ സാധിച്ചു? സർ, all of this happened because of Anu, sir. അവൾ ഹോസ്പിറ്റലിൽ പോലും പോകാതെ ലാസ്റ്റ് മിനിറ്റിൽ വന്ന് ഫയൽ സബ്മിറ്റ് ചെയ്യായിരുന്നു. സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നം നിറവേറിയല്ലോ. ശ്രുതി, ടെൻഡർ ഓഫീസിലേക്ക് പോ. ചേച്ചി, ടെൻഡർ ഓഫീസിലേക്ക് പോക. കൺഗ്രാറ്റുലേഷൻസ് സർ. SRK. എടാ, നീ ആണാണെങ്കിൽ ഹാൻഡ് ടു ഹാൻഡ്, ഫേസ് ടു ഫേസ് എന്നോടൊന്ന് മുട്ടി നോക്ക്. ഇങ്ങനെ ആണും പെണ്ണും കെട്ട കളി കളിച്ചാൽ കൊന്നുകളെ ഞാൻ. ശ്രുതിയെ കരുവാക്കി കോൺട്രാക്ട് തട്ടിയെടുക്കാന്ന് കരുതിയോടാ. ഓടാ. നിന്നെ ഞാൻ വിടില്ലടാ, നിന്നെ ഞാൻ വിടില്ല. നിനക്കെന്നെ അറിയില്ല.